ശബരിമലയിലെ കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ പങ്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം പോറ്റിയിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കും. വിവരങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നു. പ്രജിത്ത്, ഈ വാസുവിന് കുരുക്ക് മുറുകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇനിയും മുരാരി ബാബു, അതുപോലെ തന്നെ പോറ്റി, സുധീഷ് തുടങ്ങി ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 3 പേർ, ഈ 3 പേരിൽ നിന്നും ഈ വാസുവിൻ്റെ പങ്ക് എന്തൊക്കെയാണ് എന്നതാണോ ഇനിയും ഈ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൾ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിലുമൊക്കെ വലിയ സ്വാധീന ശക്തിയും ശേഷിയും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന എൻ വാസുവാണ്. അപ്പോൾ എൻ വാസുവിലേക്ക് നീങ്ങുന്ന വഴികളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഈ രണ്ടാമത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിനെ കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഈ അധികം വന്ന സ്വർണം, ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയതുമായി ബന്ധപ്പെട്ട് അധികം വന്ന സ്വർണം അത് തൻ്റെ കൈവശമുണ്ടായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ സംബന്ധിച്ച ഈ മെയിലിനപ്പുറത്തേക്കുള്ള ആശയവിനിമയം ഇക്കാര്യത്തിൽ നടന്നിരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ സ്വർണം പിന്നീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകളിൽ എൻ വാസുവിൻ്റെ പങ്ക് എന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തതയോടെ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടുതലായി മനസ്സിലാക്കിയ ശേഷം അതിൽ എൻ വാസുവിൻ്റെ പങ്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ചോദ്യം മുന്നിലെത്തിയിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ, അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ, പ്രത്യേകിച്ച് മുരാരി ബാബു, ഈ പറയുന്ന സുധീഷ് കുമാർ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച്, ലഭ്യമാകുന്നതിനനുസരിച്ച് അവരെ ചോദ്യം ചെയ്യുന്നതും, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പറയുന്ന എൻ വാസു അടക്കമുള്ള ആളുകൾക്കൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിനുള്ള സാധ്യതയും ഒക്കെ വരും ദിവസങ്ങളിലുണ്ട്. എന്തായാലും രണ്ടാമത്തെ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 10 വരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിനിടയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നീക്കങ്ങൾ വളരെ ഊർജിതമായി തന്നെ ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പല ഉന്നതന്മാരും ഈ കേസിൽ കുടുങ്ങും. അതോ ഈ കേസിന്റെ അന്വേഷണവും ഒരു ഘട്ടം എത്തുന്ന വഴിയിൽ അത് തിരിഞ്ഞ് വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ പോകുമോ എന്ന സംശയം സ്വാഭാവികമായിട്ടുമുണ്ട്. കാരണം ഇത് കേരളമാണ്. ഇവിടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തൊക്കെ പല അട്ടിമറികളും ഉണ്ടാകാറുണ്ട്. പല പ്രമുഖരും പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ അന്വേഷണം അവസാന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ആരൊക്കെ കുടുങ്ങുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പോക്ക് ശരിയായ ദിശയിലാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ.